ചുറ്റുപാടുകൾ മനുഷ്യൻ അവൻ താമസിക്കുന്ന ചുറ്റുപാടുകൾ അവനിൽ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പൈനൊക്കെ മാറിയാലോ അവരിങ്ങോട്ട് വന്നു. അപ്പോൾ അവർ ആ നിലക്ക് അവരുടെ മാനസികമായ നല്ലൊരു പരിവർത്തനം കാണുകയാണ്. ആര്? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെതായ അത്ഭുതകരങ്ങളായ തൻ്റെ അളമത്ത്, തൻ്റെ മഹത്വം, തൻ്റെ രാജമഹത്വം, അതുപോലെ തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള ഈ വിജ്ഞാനത്തിൻ്റെ മഹത്വം, അതൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇതിലൂടെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ മുമ്പും പറഞ്ഞു, സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ചെയ്യുന്നതിലൂടെയൊക്കെ എന്താണ്? ലിയുരിയഹ അളമത്ത സുൽത്താനിഹി വ തമക്കുനിഹി എന്നാണ്. അദ്ദേഹം അള്ളാഹുവിങ്കൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ആ മുൽക്ക്, രാജത്വം, നുബൂവത്ത്, അതിൻ്റെയൊക്കെ മഹത്വം വരെ ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. അപ്പം ഏതാണ്ട് അവർ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിവരികയാണ്. ഇനി അടുത്ത അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഇനി അടുത്തത് കൊടുക്കാൻ പോകുന്നത്. അതോടുകൂടെ പൂർണ്ണമാവും. ഖീല ലഹാ, അവളോട് പറയപ്പെട്ടു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്താണ്? അവിടെ ഒരു പളുങ്ക് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. മനോഹരമായ ഒരു ചില്ല് കൊട്ടാരം, പളുങ്കിൻ്റെ കൊട്ടാരം നിർമ്മിച്ചിരിക്കുകയാണ്. പളുങ്കിൻ്റെ കൊട്ടാരം നിർമ്മിച്ചിട്ട് ആ ഗ്ലാസ് അതിൻ്റെ അടിയിലൂടെ വെള്ളമൊഴുക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ വെള്ളമുണ്ടോ വെള്ളമുണ്ടെന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കൊട്ടാരം ഇങ്ങനെ പണിത് സിംഹാസനമൊക്കെ കണ്ടേഷഞ്ഞ് കൊട്ടാരതാ, അതിൻ്റെ പാലസ് ഇതാണ്, അതിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞിട്ട് ആരെ അങ്ങോട്ട് ആനയിക്കാണ്? റാണിയെയും പരിവാരങ്ങളെയും എങ്ങോട്ട് ആനയിക്കാണ്? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ചിട്ടുള്ള വലിയ ഒരു പളുങ്ക് കൊട്ടാരം, ചില്ല് കൊട്ടാരം, ഗ്ലാസ് കൊട്ടാരത്തിലേക്ക് അവരെ നയിക്കണം. അപ്പൊ അവരോട് പറഞ്ഞ വാക്കാണ് ഖീല ലഹാ, അവളോട് പറയപ്പെട്ടു ഉദ്ഖുലി സ്വർഹ, ഉദ്ഖുലി, നീ പ്രവേശിക്കൂ. ചേർത്ത് വായിക്കുമ്പോ എങ്ങനെയാ ഓതേണ്ടത്? ഖീല ലഹദ് ഖുലി സ്വർഹ്. ഊ കേൾക്കൂല, സൈലന്റ് ആകും അവിടെ. ഖീല ലഹാ, പിന്നെ ഉദ്ഖുലി, അങ്ങനെ മുറിച്ചു വായിക്കുമ്പോ ഉദ്ഖുലി എന്നാ പറയാ. ദഖല യദ്ഖുലു, ഉദ്ഖുൽ, നീ പ്രവേശിക്കൂ. ഉദ്ഖുലി, ഒരു പെണ്ണിനോടാ പറയുന്നത്. ഖീല ലഹാ, അവളോട് പറയപ്പെട്ടു, ഉദ്ഖുലി, നീ പ്രവേശിക്കുക. അസ്സർഹ, കൊട്ടാരത്തിൽ പ്രവേശിച്ചോളൂ. സ്വർഹ് ഖസ്ർ, സ്വർഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഖസ്ർ, പാലസ്, കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചോളാൻ പറയാം. അങ്ങനെ ഫലമ്മാ റഅത്ത്, അവൾ കണ്ടപ്പോൾ, ഹു, ആ കൊട്ടാരത്തെ രാജ്ഞി കണ്ടപ്പോൾ, ഫലമ്മാ റഅത്ത് ഹു, അവൾ അതിനെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ആ കൊട്ടാരത്തെ കണ്ടപ്പോൾ, ഹസിബതുഹു, അവൾ അതിനെ വിചാരിച്ചു. ഹസിബ, കണക്കുകൂട്ടി, വിചാരിച്ചു, നിരൂപിച്ചു, സങ്കല്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഹസിബതുഹു, അവൾ അതിനെക്കുറിച്ച് വിചാരിച്ചു. അതെന്താണെന്നാണ്? ലുജ്ജതൻ, ആഴമേറിയ ഒരു ജലാശയമാണെന്നാണ് വിചാരിച്ചത്. ലുജ്ജത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഴം കൂടുതലുള്ള ഒരു ജലാശയം. അതാണ് ബഹരുൽ ലുജ്ജിയിൻ എന്ന് പറഞ്ഞില്ലേ? ബഹരുൽ ലുജ്ജിയിൻ. മറ്റേ ചങ്ങായിക്ക് ഇസ്ലാമാകാൻ പൂതിയായിട്ട് നടന്ന സംവാദത്തിലെ ജബ്ബാറേ, ലുജ്ജി, ആഴക്കടല്. ആഴക്കടലിൽ എവിടെ തിരമാല എന്ന് ചോദിച്ചില്ലേ? അപ്പൊ അവിടെ ലുജ്ജി അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ലുജ്ജത്തൻ, ഹസിബതുഹു ലുജ്ജത്തൻ, അവൾക്കത് എന്തായിട്ടാണ് തോന്നിയത്? ഇതൊരു ആഴമേറിയ ഒരു ജലാശയമാണ് എന്നാണ് തോന്നിയത്. അപ്പൊ അതിനുള്ള ഹിക്മത്തൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ അടിയിലൂടെ വെള്ളം ഒഴുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സംവിധാനം ഉണ്ടാവും. എന്തും ചെയ്തു കൊടുക്കാൻ അവിടെ ടീമുണ്ട്, ജിന്നുകളുണ്ട്. യഅ്മലൂന ലഹു മാ യശാഊന, അല്ലാഹു പറയുന്നു, എന്ത് വേണോ അതവിടെ പണിയെടുത്തു കൊടുക്കാൻ അവിടെ ജിന്നുവർഗം പട്ടാളം തയ്യാറാണ്. യഅ്മലൂന ലഹു മാ യശാഊ മിൻ മഹാരീബ വതമാസീല വജിഫാനിൻ കൽ ജവാബി വഖുദൂരിർ റാസിയാത്ത്. ഇതൊന്നും എടുത്താൽ പൊന്താത്തതും മനസ്സിലാക്കാൻ പറ്റാത്തതുമായ വലിയ വലിയ സാധനങ്ങളാണ്. എന്തുണ്ടാക്കി കൊടുക്കും. മാത്രമല്ല, അന്ന് വലിയ ചില്ലുകൊട്ടാരം ഉണ്ടാക്കുകയാണ്. ഇന്നിപ്പോൾ ഗ്ലാസ് നിർമ്മിക്കണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എത്രയോ സെൻറ്റിഗ്രേഡിൽ തിളപ്പിച്ച് അത് ചൂടാക്കിയിട്ട് അതിൽ വെച്ച് അതെടുത്ത് പിന്നെ സൂപ്പർ കൂളിങ്ങിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ അത് എന്തൊക്കെയോ ആക്കി തീർക്കുന്നു.
ഇത് അന്ന് ഏത് കാലഘട്ടത്തിലാണ്? ഇന്നിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാവുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അമ്മാതിരി കൊട്ടാരാണ്. കൊട്ടാരത്തിലേക്കാണ് കയറി നോക്കുമ്പോൾ എവിടേക്കാ കയറാൻ പറയണത്? വെള്ളത്തിലേക്ക് ചാടാനാ പറയണത് സുലൈമാൻ എന്നാണ് ആര് വിചാരിക്കണത്? രാജ്ഞി അതാ വിചാരിക്കുന്നത്. അപ്പൊ ഉടനെ അവരെന്താ ചെയ്യണം? എന്തായാലും വേണ്ടില്ല, ഇനി മടിച്ചിട്ട് കാര്യമില്ലല്ലോ. വെള്ളമുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുണ്ട് വെക്കും. അവൾ നീക്കുകയും ചെയ്തു. അവൾ നീക്കി അവളുടെ കണങ്കാലുകളിൽ നിന്ന് വസ്ത്രം നീക്കി. കണങ്കാലുകൾ അവൾ വെളിവാക്കി എന്നാണ്. അപ്പൊ അന്നും പെണ്ണുങ്ങൾ വസ്ത്രം കണങ്കാല് മൂടുന്ന വസ്ത്രം ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? തന്ത കാലത്തുണ്ട്, ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല. ഇന്നിപ്പോ നേരെ മാറി 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 കണങ്കാലും തൊടയൊക്കെ പെണ്ണുങ്ങൾ വെളിവാക്കും. ആണുങ്ങൾ അവിടെയൊക്കെ അങ്ങോട്ട് മറച്ച് നെരിയാണിക്ക് താഴെ പാൻറ്റും ഒക്കെ ഇട്ട് വലിച്ചു നടക്കും. നേരെ വിപരീതം. അന്നും ആ കാലഘട്ടത്തിൽ മുസ്ലിമൊന്നും ആയിട്ടില്ല, രാജ്ഞിയാണ്, റാണിയാണ്. എന്താണ്? കണങ്കാലൊക്കെ മറച്ചിട്ടൊക്കെയാണ്. അപ്പോൾ നനയാതിരിക്കാൻ വേണ്ടി അവര് കണങ്കാല് വെളിവാക്കി. അപ്പൊ സത്യത്തിൽ ഇപ്പൊ അവര് പെട്ടുപോയില്ലേ? പിന്നെ വെച്ച് നോക്കുമ്പോ എന്താ? ഒന്നുമല്ല, അത് ഗ്ലാസ്സാണ്. തോന്നിയതാണ്. അവിടെ ഇപ്പൊ അവർക്ക് തോന്നലാണ്. അപ്പൊ മനുഷ്യന്മാര് പലതും കാണുമ്പോൾ യാഥാർത്ഥ്യത്തിനെതിരെ പലതും കാണും, യാഥാർത്ഥ്യത്തിനെതിരെ പലതും കേട്ടു എന്ന് തോന്നും, കണ്ടു എന്ന് തോന്നും. അതൊക്കെ മനുഷ്യ സഹജമാണ്. ചിലപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളതായിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ കേൾക്കണത് അതായിക്കൊള്ളണമെന്നില്ല. നമ്മൾ വിചാരിച്ചു അതാണ് എന്ന്, പക്ഷെ അതല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. യാഥാർത്ഥ്യമാവില്ല ചിലപ്പോൾ കാണുന്നത്, യാഥാർത്ഥ്യമാവില്ല ചിലപ്പോൾ കേൾക്കുന്നത്. കാരണം അത് അതിൻ്റെതായ രൂപത്തിലുള്ള പല കാരണങ്ങളാൽ അങ്ങനെ സംഭവിക്കും. ഇവിടെ ഇപ്പോൾ അത്ര വൈദഗ്ധ്യപൂർവ്വം നിർമ്മിച്ചിട്ടുള്ള സംഗതിയാണ്. വെള്ളമല്ല, ജലാശയമല്ല എന്നൊരാൾ പറയൂല. അതുകൊണ്ടാണ് ഈ പണി ചെയ്തത്. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, വേണ്ട, പ്രശ്നമൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട. കാല, അപ്പോഴാ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുന്നത്, ഇന്നഹു, തീർച്ചയായും ഇത് സർഹുൻ, ഒരു പാലസാണ്, ഇതൊരു കൊട്ടാരമാണ്. മുമറദുൻ, മിനുസപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു കൊട്ടാരമാണിത്. മുമറദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനുസപ്പെടുത്തപ്പെട്ടത്, നല്ല മിനുസമാക്കിയതിനാണ് അത് പറയാ മുമറദ്. എന്തുകൊണ്ടുള്ള? മിൻ ഖവാരീറ, പളുങ്കു പാത്രങ്ങളാൽ, പളുങ്കുകളാൽ. ഖവാരീർ, ഗ്ലാസുകളാൽ. ഇത് ഗ്ലാസുകളാൽ പിന്നെ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള മിനുസമേറിയ ഒരു എന്താണ്? പാലസാണ്. ഇതൊരു കൊട്ടാരമാണ്. പളുങ്കുകളാൽ മിനുക്കി ഉണ്ടാക്കപ്പെട്ട ഒരു കൊട്ടാരമത്രേ ഇത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു.